ബോഗൻവില്ല ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ആക്കി ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാണ് അത്? അല്ല, ഇത് ഇങ്ങനെ ഷേപ്പിൽ വരുന്നതാണല്ലേ? ഷേപ്പിഡാണ്. ശരിക്കും ഞാൻ ഇത് കണ്ട പ്ലാസ്റ്റിക് വിചാരിച്ചാൽ അതൊറ്റ ഇലയിലല്ലോ അല്ലേ? സീസൺ ആണ്, ഇപ്പൊ സീസണിലേക്ക് എത്തിയിട്ടില്ല. മാർച്ചൊക്കെയാണ് ഇതിന്റെ ഒരു പീക്ക് ലെവൽ വരുന്നത്. ബോഗൻവില്ലയുടെ എക്സോട്ടിക് കളക്ഷൻസ് ഒക്കെ പിന്നെ താഴെ ഉണ്ട്. നമുക്ക് ആർച്ച് എല്ലാം കാര്യങ്ങളെല്ലാം താഴെ ഉണ്ട്. ഓ, അങ്ങോട്ടുണ്ടല്ലേ? ബ്രൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോഴാണ് ആ ഒരു ഫീലിലേക്ക്, അംബ്രല ഫീലിലേക്ക് വരുന്നത്. ഓൾറെഡി ഇത് ഷേപ്പ്ഡ് ആണ്, പിന്നെ ആ ഒരു ഫീലിലേക്ക് കെട്ടി. പിന്നെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ എക്സ്റ്റൻഷൻ വരുന്ന ഈ ഒരു ഗ്രോ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതായത് ഈ ബൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടി അല്ലേ? അത് തന്നെ. ഇത് ഒറ്റ കളറുള്ളൂ തോന്നല്ലേ? അത് സിംഗിൾ കളർ വരുന്നതാണ്. എർത്രീന ക്രിസ്റ്റഗേരിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അത്യാവശ്യം നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ്. ബോളൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം സാറിന് കളേഴ്സ്, എണ്ണി എടുക്കാം കളേഴ്സ് ഇതിനകത്ത്. പിന്നെ ബോഗൻവില്ലയുടെ ആർച്ച് വരുന്നുണ്ട് നമുക്ക്. ഇതൊക്കെ മണി പ്ലാന്റ്സിന് നമുക്ക് വാട്ടർ സെൽഫ് വാട്ടർ വരുന്ന, ഇതൊക്കെ ചൈന വരുന്ന ടൈപ്പാണ്, നോർമൽ ടൈപ്പ് അല്ല. ഇതൊക്കെ നമുക്ക് ഏതാണ് ഇൻഡോർ ഓഫീസ് ഏത് പർപ്പസിലേക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ അഗ്ലോണിമ ഇത് തൈറോയ്ഡ് വരുന്ന ടൈപ്പാണ്. പിന്നെ ഫേൻസ് വരുന്നുണ്ട്, ഡ്രെസീനയുടെ വെറൈറ്റീസ് ഉണ്ട്. പീസിലിൽ നമുക്ക് ലോട്ട് ഓഫ് കളക്ഷൻസ് ഉണ്ട്. പീസിലിൽ നമുക്ക് കോമൺ ആണ്, ഇവിടെ ലോട്ട് ഓഫ് കളക്ഷൻസ് ഉണ്ട്. സ്നേക്ക് പ്ലാന്റിന്റെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഇവിടെ കാണാൻ കോമൺ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്യൂർ ഇൻഡോറും അതുപോലെ ഓക്സിജൻ പ്യൂരിഫയർ, ബാഡ് സ്മെല്ല് പ്യൂരിഫയർ ഇതെല്ലാം ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് വേറൊരു വെറൈറ്റി ആണല്ലോ സ്നേക്ക് പ്ലാന്റ്. ഇതെല്ലാം ചൈന വരുന്നതാണ് സാർ. ഇത് മയിൽ ഇത് പീസ് വെച്ച് വർക്ക് ചെയ്യുന്നതാണല്ലേ? ഇത് ഓരോ ജോയിന്റ് പീസസ് ആണ്. ഇതെല്ലാം ഓരോ കഷ്ണം, വേറെ കഷ്ണം നമ്മൾ പറയുന്ന പോലെ ഓരോ ജോയിന്റ് ആണ്, ഓരോ ജോയിന്റ് ആണ്. എല്ലാം ആണ് ചെയ്തേക്കുന്നതാണ് ഇതിനകത്ത്. ഇത് സെറീനോയുടെ പോട്ട്സ് ആണ്. സെറീനോ അപ്പൊ നല്ല ലാസ്റ്റിംഗ് ആണ്. ഇതിന് ഓതറൈസ്ഡ് കേരളത്തിൽ നമ്മളാണ് ചെയ്യുന്നത്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണോ? അല്ലല്ല സാർ, ഇത് ഇന്ത്യൻ തന്നെയാണ്, ഔട്ട് സൈഡിൽ നിന്ന് വരുന്നത്. ഇതിന്റെ ഇനിയും വരുന്നുണ്ട് നമുക്ക് ലോഡ്, നെക്സ്റ്റ് ലോഡ് വരുന്നുണ്ട് ഈ മന്ത് തന്നെ. കരടി ഭയങ്കര ഇപ്പൊ ഏകദേശം നോക്കുവാണെങ്കിൽ സാർ നോക്കി കഴിഞ്ഞാൽ കാണാം ഏകദേശം ഒരു 6 feet ഹൈറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അത്യാവശ്യം തന്നെ വെയിറ്റ് ഉണ്ട് സാർ. ഏകദേശം ഒരു ടണ്ണിൽ താഴെ വരും. ഫുൾ ആർട്ടിഫിഷ്യൽ ആണ്. സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ? അതിന്റെ ആ രോഗവും കാര്യങ്ങളെല്ലാം തന്നെ ഒറിജിനാലിറ്റി. ഞാൻ നേരത്തെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയപ്പോ കറക്റ്റ് ഒറിജിനൽ വരെ തോന്നിയത്. ഇതിപ്പോ നമുക്ക് കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ ലോ മെയിൻ്റെനൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അതായത് പ്ലാന്റിന്റെ വേറെ മെയിൻ്റെനൻസ് ഒന്നുമില്ല. എല്ലാം നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ക്ലയന്റ് വീട്ടിലില്ലെങ്കിലും വേറെ വാട്ടറിങ്ങിന്റെ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമസ്കാരം. കണ്ടിട്ട് ഞെട്ടിപ്പോയ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് ഇതാണ്. മൂവാറ്റുപുഴക്കടുത്ത് കടാതി എന്ന് പറയുന്ന സ്ഥലത്ത് ഫുള്ള് ബോൺസായി മരങ്ങളും അതുപോലെ മൾട്ടി ക്രാഫ്റ്റഡ് ബൊഗൻവില്ലയുടെയൊക്കെ വലിയൊരു ഗാർഡൻ ഉണ്ടോ, അങ്ങേറ്റം വരേണ്ട ഗാർഡൻ. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ പേര് ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്നാണ്. ഇവിടെ ഏകദേശം ഒരു 100 കൊല്ലത്തിന് മേലെ പഴക്കമുള്ള വലിയ വലിയ ബോൺസായി മരങ്ങളുണ്ട്. ഇവിടെ പിന്നെ പോട്ട്, സെറാമിക് പോട്ടുകൾ, പിന്നെ ചില പ്രത്യേക സ്റ്റോൺസ്, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഈ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇത് എറണാകുളത്തോട്ട് പോകുന്ന വഴിയാണ്. കടാതി എന്ന് പറയുന്ന സ്ഥലം, അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് അനന്തു. അനന്തു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. ഓക്കെ. കൂടുതലും നമുക്ക് ബോൺസായി ചെടികളാണ്. കൂടുതലും നമുക്ക് എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ബോൺസായി, ബോഗൻവില്ല. ഇപ്പൊ ബോഗൻവില്ലയുടെ സീസൺ ആണല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോ തായ്ലാൻഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ബോഗൻവില്ല അങ്ങനെ കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പ്രധാനം നിങ്ങൾ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ബോൺസായി ആണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്സ്. ബോൺസായി ഒരു സെഗ്മെന്റ് ഹൈലൈറ്റ് വരുന്നേ ഉള്ളൂ. കൂടുതലും വേറെ ഡിഫറെന്റ് പ്ലാന്റ്സ് ഉണ്ട്, ഇൻഡോർ ഔട്ട്ഡോർ അങ്ങനെ എല്ലാ രീതിയിലൊക്കെയുള്ള പ്ലാന്റ്സും ഉണ്ട്. നമുക്കിത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമുക്ക് സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങാം സാർ. ചെറിയ സെക്ഷൻ ഉണ്ടല്ലേ? ചെറിയൊരു സെക്ഷൻ നമ്മൾ അപ്പുറത്തേക്ക് പുതിയൊരു സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശരി. പ്ലാന്റ്സ് എല്ലാം അങ്ങോട്ടേക്ക് വെച്ച് വരുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കണാണ് ഈ ബോഗൻവില്ലാസ്? നമ്മൾ ചെയ്തു വരുന്നതല്ല സാർ, എല്ലാം തന്നെ നമുക്ക് ഇമ്പോർട്ട് വരുന്നതാണ്. എല്ലാം തായ്ലൻഡ് വരുന്നതാണ്. ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പോഡോകാർപ്പസിന്റെ വെരിഗേഷൻസ് ആണ്. അപ്പൊ അതിന്റെ മൾട്ടി ഹെഡ്, കോണ്, ബോൾ അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. ഇതെല്ലാം മൾട്ടി ഹെഡിൽ വരുന്നത്. ഇപ്പൊ ഓൾറെഡി കട്ട് ചെയ്യാറായതാണ്, കട്ട് ചെയ്യണം. ഇതിലൊരു ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. പോഡോകാർപ്പസ് അത്യാവശ്യം ഗൂഗിൾ ചെയ്ത പ്ലാന്റ്സ് ലവേഴ്സിന് അറിയാവുന്നതാണ്. പിന്നെ ഇതെല്ലാം ഫൈക്കസിന്റെ വെറൈറ്റീസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബോൾ ഷേപ്പിലേക്ക് ആക്കിയേക്കുന്നത്. പിന്നെ ഇതെല്ലാം ഷേപ്പ്ഡ് ബോൺസൈസ് വരുന്നതാണ്. ഇവിടെ ഒരു മരങ്ങൾ ഇതൊക്കെ നല്ല ഏജ് ഉണ്ട് സാർ. ഒരു 65 എബോവ് ഒക്കെ നമുക്ക് അതിന്റെ ഏജ് വരാം. അതിന്റെ ഈ റൂട്ട് കാര്യങ്ങൾ സ്റ്റിക്ക് എല്ലാം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ വേര് കാര്യങ്ങളെല്ലാം കണ്ടാൽ അതെല്ലാം ഗ്രാഫ്റ്റിംഗിന് തന്നെ നല്ലൊരു ഇയേഴ്സ് ഏജ് ഉണ്ടാവും. നിങ്ങൾ ഇവിടെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുന്നില്ല? സാർ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ക്ലയന്റിന് ഇവിടുന്ന് നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്ത് സൈറ്റിലേക്കുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു കൊടുക്കും. വണ്ടിയുടെ കോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ക്ലയൻസ് മീറ്റ് ചെയ്യണം.
ഈ ബൊഗൈൻവില്ലയുടെ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? ബോഗൺവില്ല നമുക്ക് മൾട്ടി ഹെഡ്, ഇത് തായ്ലൻഡ് വരുന്നതാണ്. അതായത് ഒരു 4-5 കളർ ഗ്രാഫ്റ്റിംഗ് ഉണ്ടാവും ഇതില്. ആ ഗ്രാഫ്റ്റിംഗിൽ വരുന്നതാണ് മൾട്ടി ഹെഡ്. ഇത് നല്ല സ്റ്റാറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നല്ല ഏജുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ ഇവിടെ നിങ്ങൾ പോട്ട്സ് ചെയ്യുന്നുണ്ട് അല്ലേ? പോട്ട്സ് ഉണ്ട്. പോട്ട്സ് നമുക്ക് ബ്രാൻഡ്സ് ഉണ്ട് സാറേ. പോളിമർ ഉണ്ട്, FRP ഉണ്ട്, അതുപോലെ തന്നെ വിയറ്റ്നാം ക്ലേ വരുന്നുണ്ട്. ഓ ശരി ശരി. ഇതൊരു സെക്ഷൻ മാത്രമാണ്. ലോട്ട് ഓഫ് കളക്ഷൻസ് അകത്തുണ്ട്. ഇതൊരു ചെറിയ സെക്ഷൻ മാത്രമാണ്. ഇനി ഇതിന്റെ അകത്തേക്ക് എടുക്കണുള്ളൂ കാണാൻ. അങ്ങോട്ട് പോകാം അല്ലേ? അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഒരു 2.5 years ആയിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 10 years ആയി. ഇതിനു മുമ്പ് നമ്മൾ അവിടെ തൊട്ടപ്പുറം വാളകം, കോലഞ്ചേരി 2 ലൊക്കേഷനിലായിരുന്നു. ഇവിടെ നമ്മൾ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതേതാ ഈ നീളത്തിലുള്ള ചെടി? ഇതും പോഡോ കാർബസിന്റെ തന്നെ കോൺട്രി വരുന്നതാണ്. ഇതിന്റെ പല സൈസിലുള്ളതുണ്ട്. പിന്നെ നമുക്ക് പറയാനായിട്ടാണ് ഇതൊരു സ്പെഷ്യലൈസ്ഡ് ചെടിയാണ്. എർത്രീന ക്രിസ്റ്റഗേരിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അത്യാവശ്യം നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കൊടുക്കാം. നല്ല ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ്. പിന്നെ ഈ ബോട്ടിൽ ഷേപ്പിലേക്കെല്ലാം വരുന്നത് ലെഗസ്റ്റോമിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഫ്ലവർ ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ബൊഗൈൻവില്ലയുടെ ഇഷ്ടം പോലെ. ബൊഗൈൻവില്ല ഇപ്പൊ സീസൺ ആണല്ലോ അല്ലേ? സീസൺ ആണ്. ഇപ്പൊ സാറ് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതിൽ ഒരു ലീഫ് പോലും ഇല്ല, എല്ലാം തന്നെ ഫ്ലവർ ആണ്. അതൊക്കെ സെയിലിനുള്ള പ്ലാൻസ് അല്ലേ? എല്ലാം സെയിലിനുള്ളതാണ് സാർ. ഇതെല്ലാം തായ്ലൻഡ് വരുന്നതാണ്. ബോഗൺവില്ല മൾട്ടി കളർ എല്ലാം നമുക്ക് തായ്ലൻഡ് വരുന്നതാണ്. ശരിയാ. ഇവര് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് കേട്ടോ, ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ്. ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇവർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. ഇത് നമുക്ക് സെറീനോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വരുന്നതാണ്. ഇത് ഏകദേശം ഇപ്പൊ ഇതിന്റെ സൈസ് പറയാനാണെങ്കിൽ നമുക്കൊരു 8 അടി വട്ടം ഉണ്ടാവും. സുഖമായിട്ട് കയറിയിരിക്കാം. പിന്നെ ഒരു 5 അടി 5.5 അടി ഹൈറ്റ് ഉണ്ടാവും. നമുക്ക് വലിയ ബോൺസൈസ് ഒക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻലി ഇതൊരു എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ ലോട്ട് ഓഫ് കളക്ഷൻസ് നമുക്ക് മേളിലുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഏകദേശം ഒരു 6 year ആയിട്ട് ഇവിടെ ഉണ്ട് ഈ പോട്ട്. അപ്പൊ നോക്കിയാൽ കാണാം, കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ബ്ലാക്ക് ഒരു 3 കളർ 4 കളർ വരുന്നുണ്ട്. ബ്ലാക്ക് നമ്മൾ അങ്ങനെ അധികം ചെയ്യുന്നില്ല. ഇപ്പൊ അതിന്റെ ഒരു കളർ വരുന്നതാണ് ഈ ഒരു ഗ്രേ. അതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോണിന്റെ സെയിം ഫീൽ കിട്ടും നമുക്ക്. പിന്നെ അതിന്റെ മിലാനോഗിരി അങ്ങനെ കുറെ കളർ ഓപ്ഷൻസ് ഉണ്ട്. മാംഗ്ലൂർ സ്റ്റോൺ അതൊക്കെ ഇതിന്റെയൊക്കെ എല്ലാം കളക്ഷൻസ് നേരെ മേളിലുണ്ട്. ബോൺസൈഡ് ഒക്കെ സ്റ്റാർട്ടിംഗ് സെഗ്മെന്റ് വരുന്നത് ഇതാണ് നമുക്ക്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ളതാണ്. ഒരു 85-90 താഴെയൊക്കെ ഏജ് വരുന്നൊരു ചെടിയാണ് ഇതെല്ലാം. ഇത് ലാസ്റ്റിംഗ് എത്ര കൊല്ലം ഇനി നിൽക്കും? അങ്ങനെ ഒരു ലാസ്റ്റിംഗ് ഇതിനില്ല സാറേ. അതായത് ഇപ്പൊ ഏജ് തന്നെ കേട്ടാ അറിയാം. ഒരു 90 എബോവ് എന്നുള്ള ഒരു ഏജിലേക്ക് വന്നാൽ തന്നെ അറിയാലോ. പിന്നെ ഇതിനകത്തേക്ക് വേറെ നമുക്ക് ആകെ ഡ്രൂണിങ് മാത്രമാണ് വരുന്നുള്ളൂ. വേറെ മെയിൻ്റെനൻസ് ഒന്നും തന്നെ വരുന്നില്ല. അതിന്റെ മെയിൻ്റെനൻസ് എങ്ങനെയാ ചെയ്യുക സാധാരണ? മെയിൻ്റെനൻസ് എന്ന് വെച്ചാൽ നമുക്ക് കട്ടിംഗ് ആണ് സാറേ വരുന്നത്. ഡ്രോൺ ചെയ്യുക മാത്രമാണ് വരുന്നത്. അതിപ്പോ നമുക്ക് വീട്ടിലുള്ള ഇപ്പൊ ഒത്തിരി ഹൈറ്റ് ഇല്ലാത്തപ്പോൾ ഈ ടൈപ്പ് ഒക്കെ ആണെന്നെങ്കിൽ തന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഡ്രോൺ ചെയ്യാന്നുള്ളൂ. ഓൾറെഡി ഷേപ്പ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഷേപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഇവിടെ ഒരു ഉഗ്രമരം ഇരിക്കണ്ടല്ലോ. ഇതാണ് ഏറ്റവും വലിയ മരം തോന്നല്ലോ അവിടുത്തെ. റീസെന്റ് ഇപ്പൊ ഇതാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഇനിയിപ്പോ നെക്സ്റ്റ് ലോഡ് വരാനുണ്ട്. ഇതിന് ഹ്യൂജ് സൈസ് ഉള്ളതാണ്. ഇത് ഫൈക്കസ് ആണ്. ഫൈക്കസിന്റെ മൈക്രോ കാർപ്പ, ബെഞ്ചമിൻ അങ്ങനെ പല ബ്രീഡ്സ് ഉണ്ട് ഇതിൽ തന്നെ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഷേപ്പ് നോക്കിയാൽ സാറിന് അറിയാം. ചെയ്തെടുക്കുന്നതിന്റെ ആണ് ആ ഒരു കൊല്ലങ്ങൾ എടുക്കൂലേ? ആ ഒരു എല്ലാം ആ ഒരു ഒറ്റ സ്റ്റിക്ക് ബ്രൈഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇത്. അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ഇറങ്ങിയേക്കണ റൂട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ കുറെ ബോൺസായി. ഇവരുടെ മെയിൻ ബിസിനസ് ഇതാണ്, ബോൺസായി ചെടികളാണ്. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വെയിൽ കിട്ടണം അങ്ങനെ വല്ലതും ഉണ്ട്? അത് ഇൻഡോർ അല്ല സാറേ, പക്ക ഔട്ട്ഡോർ ആണ്. അതുപോലെ അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നിടത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വെള്ളം ഡെയിലി നല്ല രീതിയിലുള്ള വെള്ളം കൊടുക്കണം. ശരി. ഇത് നമ്മൾ വിയറ്റ്നാമിൽ തായ്ലൻഡിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിൽ ഇതുപോലുള്ള ഗാർഡൻ വളരെ അപൂർവമാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മളാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ അധികം സപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിൽ പോലെ നമുക്ക് ഇതിലെ പോകാം. ഓക്കെ. ഇവിടെ എന്തോ സ്പെഷ്യൽ സ്റ്റോണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ സ്റ്റോൺ? നമുക്ക് വരുമ്പോൾ കൂടുതലും ഈ ബാലി വരുന്ന ബുദ്ധ ഐറ്റംസ് കാര്യങ്ങൾ അത് മേളിൽ സാറിന് കാണിച്ചു തരാം. ഏതാ സാർ? ഇതെല്ലാം നമുക്ക് കോൺക്രീറ്റ് ഫ്രെയിം വരുന്ന ബുദ്ധയുടെ വാട്ടർ ഫൗണ്ടൻ ആണ്. അതിന്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന്റെ സിംഗിൾ സ്റ്റോൺ ആണ് വരുന്നത്. ഗ്രീൻ സ്റ്റോൺ എന്ന് പറയും. സിംഗിൾ സ്റ്റോണിൽ വരുന്നതാണ്. ഏകദേശം നോക്കി കഴിഞ്ഞാൽ ഒരു 200 സെന്റിമീറ്റർ ഉണ്ട്. അത് 2 മീറ്റർ ഹൈറ്റ്. ഇതൊക്കെ ഒരു സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കാൻ കുറച്ച് പണിയാണല്ലേ? ക്രെയിൻ ഷിഫ്റ്റിംഗ് ആണ് സാറേ. ഏകദേശം നമുക്ക് ഇവിടെ ലോഡിംഗ് എല്ലാം തന്നെ ഈസിയാണ്.
ഇപ്പോൾ ഇത് അതിൻ്റെ ഫൗണ്ടൈൻ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇതാണ് വിയറ്റ്നാം വരുന്നത്. വിയറ്റ്നാമിൻ്റെ ഫൗണ്ടൈൻസ് ഉണ്ട്, അതിൻ്റെ പോർട്സ് കാര്യങ്ങൾ ഇതെല്ലാം അകത്തുണ്ട്. അതിൻ്റെ വേറെ സെഗ്മെൻറ്റും അകത്തുണ്ട്, അത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇൻഡോർ സെഗ്മെൻ്റ് ഉണ്ട് സാറേ. ഇൻഡോർ പ്ലാന്റ്സ് ഏതൊക്കെ കൂടുതലുള്ള ഇവിടെ? ഇൻഡോറിൽ ഈ പറഞ്ഞ എക്സോട്ടിക് ആയിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് പോട്ട്സ് എല്ലാം ബ്രാൻഡഡ് ആണോ അവിടെ ഇരിക്കുന്നത്? അതാണ് സാറേ. ഗ്ലോണിമ കലാത്തിയെ കൂടാതെ വളരെ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരുപാടുണ്ട് കേട്ടോ അവിടെ. പച്ചിറ പോലുള്ള മണി പ്ലാന്റ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. ഇതൊക്കെ മണി പ്ലാന്റ്സിന് നമുക്ക് വാട്ടർ സെൽഫ് വാട്ടർ വരുന്ന കണ്ടാറേ സെൽഫ് വാട്ടർ വരുന്ന ടൈപ്പാണ്. ഇതൊക്കെ ചൈന വരുന്ന ടൈപ്പാണ്, നോർമൽ ടൈപ്പ് അല്ല. ഇതൊക്കെ നമുക്ക് ഏതാണ് ഇൻഡോർ ഓഫീസ് ഏത് പർപ്പസിലേക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ അഗ്ലോണിമ ഇത് തൈറോയിഡ് വരുന്ന ടൈപ്പാണ്. പിന്നെ ഫേൻസ് വരുന്നുണ്ട്, ഡ്രെസീനയുടെ വെറൈറ്റീസ് ഉണ്ട്. പീസിലിൽ നമുക്ക് ലോട്ട് ഓഫ് കളക്ഷൻസ് ഉണ്ട്. പീസിലിൽ നമുക്ക് കോമൺ ആണ്, ഇവിടെ ലോട്ട് ഓഫ് കളക്ഷൻസ് ഉണ്ട്. അത് പച്ചിറ എന്ന് പറയുന്നതാണ്, ചൈനീസ് മണി പ്ലാന്റ് എന്ന് പറയും അതിന്. ഇതിന്റെ വലുതുണ്ട്, ട്രീ ഉണ്ട് നമുക്ക്. അതെല്ലാം അപ്പുറ സൈഡിൽ കാണിച്ചു തരാം സാർ. അതിൽ കയറാം സാർ, അതിൽ കയറിയോ? ആയിരിക്കണത് ഈ അന്തൂറിയത്തിപ്പെട്ടാണല്ലേ? ഏതാ സാറേ? ഇത് ആന്തൂറിയത്തിലല്ലേ, പീസിലിൽ വേറൊരു ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്. ഇതിന്റെ പല കളേഴ്സ് വരുന്നുണ്ട് അല്ലേ? പീസിലൊക്കെ പല കളേഴ്സ് ഉണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റിന്റെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഇവിടെ കാണാൻ കോമൺ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്യൂർ ഇൻഡോറും അതുപോലെ ഓക്സിജൻ പ്യൂരിഫയർ, ബാഡ് സ്മെല്ല് പ്യൂരിഫയർ ഇതെല്ലാം ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് വേറൊരു വെറൈറ്റി ആണല്ലോ സ്നേക്ക് പ്ലാന്റ്. ഇതെല്ലാം ചൈന വരുന്നതാണ് സാർ. അതും അതിന്റെ സെയിം പർപ്പസ്ഫുൾ തന്നെ വരുന്നതാണ് ഇത് ദാരാസിംഗ് എന്ന് പറയുന്നത്. റെസീനയുടെ ഒരു വെരിഗേറ്റഡ് ആണ്. ഇതാണ് സാർ മെയിൻ ഒരു എക്സോട്ടിക് ആയിട്ട് പറയാനുള്ളത്. പോഡോകാർപ്പസിന്റെ തന്നെ. ഇത് പോഡോകാർപ്പസ് അല്ല, ഇത് വരുമ്പോൾ ലക്കി ട്രീ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. മോൺസ്റ്റർ പിന്നെ സുലഭമായിട്ട് എല്ലാവർക്കും അറിയാം. ഇത് നമുക്ക് ചൈന വരുന്നതാണ്, മോയിസ്റ്റിക് ഇല്ലാത്ത ടൈപ്പാണ്. ഇതിപ്പോ കണ്ടതിന്റെ വെരിഗേറ്റഡ് ആണ് സാർ. വെരിഗേറ്റിന് നോർമൽ അപേക്ഷിച്ച് കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിരിക്കും. പിന്നെ ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റി, ഇത് ഡ്രെസീന വെറൈറ്റി. ഫിഗിന്റെ നമുക്ക് പല സൈസിലുണ്ട്, ഇത് കൂടുതൽ വലുതുണ്ട്. ഇത് മണി പ്ലാന്റ് നമുക്ക് ഇമ്പോർട്ടഡ് വരുന്നതാണ്, ബിഗ് ലീഫ് വരുന്നതാണ്, മോയിസ്റ്റിക് വരുന്നത്. ചൈന ഡോൾ നമുക്ക് മൾട്ടി ഹെഡ് ഉണ്ട്, നോർമൽ ഉണ്ട്. ഇങ്ങോട്ടെല്ലാം പാം വെറൈറ്റീസ് ആണ്. ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണല്ലേ? ഏതില്ല സാർ? അത് ഔട്ട്ഡോർ. നമുക്ക് ഔട്ട്ഡോർ നമുക്ക് ഇതിലെ വരാം സാറേ, വേറെ വഴിയുണ്ട്. ഇവിടെ പീസിലിയുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് വന്നപ്പോൾ നമുക്ക് അടത്തി പിന്നെ വെക്കാം അല്ലേ? സെപ്പറേറ്റ് ചെയ്യണം, പക്ഷെ നമ്മൾ എപ്പോഴും ഡയറക്ട്ലി ബോർഡിലേക്ക് ചെയ്ത് കൊടുക്കാറാണ്. നല്ലൊരു ഭംഗി. റൂട്ടെല്ലാം തന്നെ ഓൾമോസ്റ്റ് തിക്ക് ആയിട്ടുണ്ടാവും. പിന്നെ പച്ചിരയുടെ കളക്ഷൻസ് വരുന്നതാണ് സാർ പറഞ്ഞ ബിഗ് ട്രീ കൺസെപ്റ്റിലേക്ക്. ബ്രൈഡിങ് ഒക്കെ ആയിട്ട് വരുന്ന പല ഷേപ്പിൽ വരുന്ന ടൈപ്പ് ഉണ്ട്. അതൊക്കെ അത്യാവശ്യം കോസ്റ്റ് വരും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കാൻ തന്നെ ചിലപ്പോൾ നാളുകൾ എടുത്തിട്ടാണ് ചെയ്യണത് അല്ലേ? അതെ, നല്ല ഇയേഴ്സ് ഉണ്ട് സാറ്. പിന്നെ വെച്ചാൽ ലോ മെയിൻ്റെനൻസ് ആണ്. ഇൻഡോറിൽ എവിടെ വേണമെങ്കിലും ഇൻഡോറിലേക്ക് കൊടുക്കാവുന്ന ഒരു ചെടിയാണിത്. ഇവിടെ ഒരു ഷേപ്പിൽ ബൊഗൈൻവില്ല ചെയ്ത് വെച്ചേക്കണം, മൈൽ ഷേപ്പിൽ. മൈൽ ഷേപ്പ് ഒക്കെ ഇതൊക്കെ കട്ട് ചെയ്യാറായി തോന്നല്ലേ? അത് ഓൾറെഡി കട്ട് ചെയ്യാറായി സാർ. നമ്മൾ കട്ട് ചെയ്യില്ല, അത് ബ്രൈഡ് ചെയ്ത് കെട്ടിക്കൊണ്ടിരിക്കും. ശരി. അപ്പോഴേ കറക്റ്റ് ഷേപ്പിലേക്ക് കുറച്ച് വളർത്തിയിട്ടാണ് നമ്മളത് കെട്ടുള്ളൂ. ഇതൊക്കെ കൊള്ളാട്ടാ. പണി എന്ന് വെച്ചാൽ നല്ല പണിയെടുത്തിട്ട് ചെയ്തേക്കുന്ന സാധനങ്ങളാണ്. ഇവിടെയൊക്കെ ബൊഗൈൻവില്ല സെക്ഷൻ ആണല്ലോ. ഇങ്ങോട്ട് താഴത്തേക്ക് എല്ലാം ബൊഗൈൻവില്ലയുടെ സെക്ഷൻ. നമുക്ക് ഇതിലെ കയറി അങ്ങനെ പറയാം. ഇതെല്ലാം തന്നെ മൾട്ടി വരുന്നതാണ് സാർ. ഇതാണ് ബോംബെയുടെ നമ്മുടെ വലിയതായിട്ടുള്ള ഒരു കളക്ഷൻ. ഇതാണ് ഏറ്റവും വലിയ പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. ഇതിലും വലുതോറും ഉണ്ടായിരുന്നു, അത് ജാർഖണ്ഡിലേക്ക് പോയി. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കി കഴിഞ്ഞാൽ ഫോളോവേഴ്സിന് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? 5 കളേഴ്സ് ക്രാഫ്റ്റിംഗ് ഉണ്ടാവും സാർ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു പീസ് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ, അതിന്റെ നെക്സ്റ്റ് സൈസിലേക്ക്. പിന്നെ ഇതിന്റെ മൾട്ടി ഹെഡ് ബോളൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം സാറിന് കളേഴ്സ് എണ്ണി എടുക്കാം കളേഴ്സ് ഇതിനകത്ത്. പിന്നെ ബോഗൻവില്ലയുടെ ആർച്ച് വരുന്നുണ്ട് നമുക്ക്. ഇവിടെ ആൾക്കാർ വന്നിട്ട് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാറുണ്ടോ? ഫോട്ടോഷൂട്ട് അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഈ തിരക്കിനിടയിൽ. ക്ലയന്റിന് ഒരു ബുദ്ധിമുട്ടാണ്, ഭംഗിക്ക് വേണ്ടി ചെയ്ത് വെച്ചേക്കാണല്ലോ. പിന്നെ ചെറിയ പ്ലാന്റ്സ് ഒന്നും ഇല്ലല്ലോ ഇവിടെ? കൊച്ചു പ്ലാന്റ്സ് ഒന്നും ഇല്ലല്ലേ? ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. അതെ. പിന്നെ നമുക്ക് അങ്ങനെ തൈകളില്ല, കൂടുതൽ എക്സോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിപ്പോ അവനാ കെട്ടുന്നതാണോ, അതുപോലെ നമ്മൾ ബ്രൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോഴാണ് ആ ഒരു ഫീലിലേക്ക്, അംബർല ഫീലിലേക്ക് വരുന്നത്. ഓൾറെഡി ഇത് ഷേപ്പഡ് ആണ്. പിന്നെ ആ ഒരു ഫീലിലേക്ക് കെട്ടി, പിന്നെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ എക്സ്റ്റൻഷൻ വരുന്ന ഈ ഒരു ഗ്രോ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതായത് ഈ ബൊക്കെ ഉണ്ടാക്കണ ഒരു പരിപാടി അല്ലേ? അത് തന്നെ, സിമ്പിൾ ആണ്. വീട്ടിലിപ്പോ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ടൈം പാസ് ആണ് ഇതെല്ലാം. പിന്നെ ഇതെല്ലാം
ഇതതിന്റെ ബോഗൻവില്ലയുടെ തന്നെ വെരിഗേറ്റഡ് വരുന്ന ടൈപ്പാണ്. ലീഫ് വെരിഗേറ്റഡ് ആയിരിക്കും. അവിടെയൊക്കെ ഔട്ട്ഡോർ പാമൊക്കെയാണ് കൂടി. എല്ലാം നോർമൽ തൈകളെ ബോഗൻവില്ലയുടെ. ചെറിയ തൈകളല്ലേ? ഇതാണ് കറക്റ്റ് പറയാനാണെങ്കിൽ അവർ ആ ഒരു ബ്രൈഡ് ചെയ്യുന്ന മെത്തേഡ്. കമ്പി വെച്ച് കെട്ടിയാണ്. കമ്പിയിലേക്ക് അത് ജസ്റ്റ് കെട്ടി കൊടുക്കുന്നുള്ളൂ. ഈസിയാണ്, നമുക്ക് മെയിൻ്റെനൻസ് ഈസിയാണ്. ഇപ്പൊ ഇതുണ്ടോ ആ കെട്ടി കഴിയുമ്പോൾ ഒരു ഫീൽ കണ്ടു. എന്ത് ഇതാണല്ലേ പ്ലാസ്റ്റിക്കിനെ വലിയ സാധനം. ഇതൊറ്റ കളറുള്ള തോന്നല്ലേ? അത് സിംഗിൾ കളർ വരുന്നതാണ്. അതിലൊരു വൈറ്റും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല രസമാണ്. അതിന്റെ പല കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ അതിന്റെ മൾട്ടി ആണല്ലോ ഇത്. സിംഗിൾ മൾട്ടി പല കളർ വരുന്നുണ്ട് അതിന്റെ. പിന്നെ ഇനി നമുക്ക് അകത്തേക്കാണ് മെയിൻ ആയിട്ട് ഉള്ളത്. പോട്ട്സ് കാര്യങ്ങൾ, അതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം അകത്തുണ്ട്. ഇവിടെയൊക്കെ ഔട്ട്ഡോർ പാമൊക്കെ ഉണ്ടോ? പാമ്പ് കാര്യങ്ങൾ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഫോക്സ് ടെയിൽ, റിച്ച് മേരി ഗോൾഡ്, അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട്. ഇത് കാറ്റ്സ് ഗ്ലോ അല്ലേ? കാറ്റ്സ് ഗ്ലോ ആണ് സാർ. ഇത് യെല്ലോ ആണ്. യെല്ലോ ആണ് കാറ്റ്സ് ഗ്ലോ. നമ്മൾ ഈ കണ്ട വലിയ പ്ലാന്റ്സ് അല്ല, അത് കൂടാതെ ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പൊ ഓൾറെഡി ഇൻസ്റ്റയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വൈറലായിരിക്കും. ഇതിപ്പോ ഒരു ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2-3 ചെടിയും കൊണ്ട് ഒരു ഏക്കർ തന്നെ കവർ ചെയ്യാം. നല്ല ഗ്രോ ഉള്ളൊരു ചെടിയാണ്. പക്ഷേ ഇത് ഇത്രയും ചെറിയ ചെടികൾ നിങ്ങൾ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നില്ലല്ലോ? എല്ലാം തന്നെ കൂടുതലും ക്ലയൻസ് ഡയറക്റ്റ് ഇവിടെ വന്ന് പർച്ചേസ് തന്നെയാണ്. പിന്നെ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് അവർക്ക് കൊടുക്കാവുന്നുള്ളൂ. കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? മൂവാറ്റുപുഴയിൽ കടാതി. മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ 600 മീറ്റർ. നമ്മൾ എല്ലാ ദിവസവും വർക്കിംഗ് ആണ് സാർ. രാവിലെ ഒരു 9 to 8 ആണ് നമ്മുടെ വർക്കിംഗ് ടൈം അല്ലേ? ഇനി ഇതിന്റെ അകത്താണ് പോട്ട്സ് അല്ലേ? ഇത് ഡ്രിഫ്റ്റ് വുഡ് ആണ്. ടീക്ക് തന്നെയാണ് അതെല്ലാം. ശരി. ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്തോനേഷ്യ വരുന്നതാണ് ഇതെല്ലാം. നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ വെക്കാം. ഔട്ട്ഡോർ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പോളിഷ് ചെയ്ത് വാണിഷ് ചെയ്ത് വെക്കണം. ചെറിയൊരു കളർ ഫെയർനെസ്. അപ്പൊ ഇതിന്റെ ഒരു കളർ ഡിഫറൻസ് കണ്ടോ? അതാണ് ഡിഫറൻസ്. അപ്പോൾ ഔട്ട്ഡോർ ഇരിക്കുമ്പോൾ ചെറിയ രീതിയിൽ കളർ ഫെയ്ഡ് ആവും. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാണിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. തടിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാതെ എല്ലാം ട്രീറ്റഡ് ആയിട്ട് വരുന്ന സാധനമാണ്. കൂടുതൽ ഈ വേര് കഷ്ണങ്ങൾ അങ്ങനെയുള്ള എല്ലാം എടുത്ത് ചെയ്യുന്നതാണ് എല്ലാം തന്നെ. അത് പിന്നെ നമുക്ക് ഹോഴ്സ്, അതുപോലെ തന്നെ ഡോഗ്സ്, പെറ്റ്സ് എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. കോൺട്രീസ്, അതിന്റെ വേറെ കളക്ഷൻസ് ഉണ്ട്. ബോള്, ബിയർ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇത് മയിലാണ്. ഇതാണ് ബോള് നമുക്ക് ഈ ഓരോ ഷേപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും ആ മരം തന്നെയല്ലേ ഇരിക്കുന്നത്? അത് തന്നെ. ഇത് സിറ്റിംഗ് ചെയറിലേക്ക് ലവ് പർപ്പസിലേക്ക് വരുന്ന ലവ് ഷേപ്പ്. ലാസ്റ്റിംഗ് ആണ്. ഡ്രിഫ്റ്റ് വുഡ് എല്ലാം ടീക്ക് തന്നെയാണ്. വാറന്റി കൊടുക്കുന്നുണ്ട്? ഇത് നമ്മൾ വാറന്റിയുടെ അല്ല സാർ. ഇതെല്ലാം തന്നെ സെറ്റിൽഡ് ആണ്. ഈ ഒരു മരം കാര്യങ്ങൾ ഇത് അങ്ങനെ പോവില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര റഫായിട്ട് കസ്റ്റമറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി അകത്ത് കാണാം. ഇതാണ് നമ്മുടെ സെറാമിക്കിന്റെ കളക്ഷൻസ് എല്ലാം തുടങ്ങുന്നത്. പുതിയ ഇതൊക്കെ ഉണ്ടോ? പല സൈസും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഈ സെയിം പോട്ടിന് തന്നെ പല സൈസും നമുക്ക് തരാം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ്, ക്ലയൻസിനെ കാണിക്കുക. ഇതൊക്കെ FRP വരുന്നതാണ്. സിമെന്റ് അതുപോലെ തന്നെ ഫൈബർ മിക്സ് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ വെക്കാന്നാണ്. ഇതിന്റെ ആണെങ്കിലും 3 പീസ് 3 സൈസിൽ കിട്ടും നമുക്ക്. അതിനെല്ലാം ഡിസ്പ്ലേ ബാക്കിലുണ്ട്. അത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഷോ പീസായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. പിന്നെ ഇവിടെ ഇരിക്കുന്നതെല്ലാം തന്നെ പക്ക ഇൻഡോർ ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ്സ് കാര്യങ്ങളെന്നെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട മരത്തിന്റെ വേറെ ഇത് കിളിക്കൂട്. ഇതൊക്കെ ഷോ പീസ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റം. പിന്നെ ഇതെല്ലാം ഇൻഡോർ സെഗ്മെന്റിലേക്ക് വരുന്ന പ്ലാന്റ്സ് കാര്യങ്ങൾ. ഇത് കാസ്റ്റ് അലൂമിനിയം ആട്ടോ. നമുക്ക് സ്റ്റാൻഡ് വരുന്ന ടൈപ്പ്. ഔട്ട്ഡോർ കൂടെ വെക്കാം നമുക്ക്. അങ്ങനത്തെ നമുക്ക് സിക്റ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതൊക്കെ അപ്പർ സൈഡിൽ കാണിച്ചു തരാം. പിന്നെ ബുദ്ധന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓപ്സ് വരുന്നുണ്ട്. ഇതെല്ലാം ഫോക്സിംഗ് എന്ന് പറഞ്ഞൊരു വേറെ ടൈപ്പ് മെറ്റീരിയൽ. നമുക്ക് കുറച്ച് വെള്ളം നനഞ്ഞാൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ അതിന്റെ പല ഷേപ്പ്, പല കളേഴ്സ്, പല സൈസിൽ വരുന്നുണ്ട്. ചെറിയ സൈസ് തൊട്ട് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പച്ചറ എന്ന് പറയുന്നത്. ഏറ്റവും ലോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണത്. ഇതൊക്കെ പുറത്ത് പോലും ഇറക്കണ്ട. അപ്പൊ അങ്ങനെ ഇരുന്നോളും. ഇത് പോട്ടാണ്. ഡെക്കിന്റെ ഷേപ്പിലേക്ക് വരുന്നത്. ജസ്റ്റ് നമുക്ക് ഷോ പീസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഫൈബർ ആണ്. പ്യുവർ ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഷെയ്ഡ് ഏരിയയിലൊക്കെ യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ്. ഇതാണ് നമ്മൾ അപ്പുറത്ത് കണ്ട പ്ലാന്റ്. അത് തന്നെ ലക്കി ട്രീ എന്ന് പറയുന്നത്. എന്താ ലക്കി ട്രീ. അപ്പോൾ അതിന്റെ തന്നെ വിയറ്റ്നാം ബോർഡിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് ഈ ടെറാറിയം ഉണ്ടോ അവിടെ? ടെറാറിയം ബോൾസ് ഉണ്ട് സാർ. ഇപ്പൊ റീസെന്റ് അത് നമുക്കിപ്പോ ഈ ടൈപ്സ് പറയാം. ടെറാറിയം ബോൾസ്
അതിന്റെ വേറെ 2 ടൈപ്സ് ഉണ്ട്. ഹാങ്ങിങ് ഒക്കെ ഉണ്ട്, നമ്മൾ എയർ പ്ലാന്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ കണ്ട ഡ്രസ്സിനെ ചെറിയ ചെറിയ വലുതാണ് ഈ കാണുന്നത്. ഇതിലും വലിയ സൈസ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇവിടെ കൊച്ചു നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ കുറെ പോട്ട്സ് ഉണ്ട് കേട്ടോ. ഇത് ഷോപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സാർ. ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്. എല്ലാം തന്നെ ഹോൾസെയിൽ റീറ്റെയിൽ നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാ പ്ലാന്റ്സ് പോട്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടതുണ്ട്, ഇതെല്ലാം സെറ്റായിട്ട് ഇതിന്റെ പേരായിട്ട് യൂസ് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ സൈസ് ബുദ്ധൻ വരുന്നത്. ടേബിൾ ടോപ്പ് ഒക്കെ ഇതെല്ലാം സെറാമിക് ആണ്. സെറാമിക്കിന് ലോട്ട് ഓഫ് കളക്ഷൻസ് ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് അപ്പർ സൈഡിലാണ് പോളിമർ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ പുറത്തു നോക്കിയപ്പോൾ ചെറിയൊരു സംഭവമായിട്ട് തോന്നിയത്, അകത്ത് കയറിയപ്പോൾ വിശാലമായ ഷോറൂമാണ്. ഇനിയുണ്ട് ബാക്കിലേക്ക്. ഇതൊക്കെ ടെറാറിയത്തിൻ്റെ ആയിരിക്കില്ലേ? അത് ടെറാറിയാണ് സാർ. ഹാങ് ചെയ്യുന്നത് ഹെയർ പ്ലാന്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. ആ ബിഗ് സൈസ് പോട്ട്സ് ഒക്കെ എന്തിനാ യൂസ് ചെയ്യണം ശരിക്കും? ബിഗ് സൈസ് പോട്ട് നമ്മൾ കൂടുതൽ ബോൺസായി വലിയ പ്ലാന്റ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ല, അതെന്താ മെറ്റീരിയൽ എന്താണ്? അത് പോളിമർ ആണ് സാർ. പോളിമർ ആണ്. ലൈഫ് ലോങ് ആണ് അത്. അതെ. അങ്ങനെ ഫെയ്ഡ് കാര്യങ്ങൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ ആ FRP മെറ്റീരിയൽ എന്ന് പറഞ്ഞ പല ടൈപ്പിനൊക്കെ ഇൻഡോറിലേക്ക് ഏറ്റവും കൂടുതൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോട്ടാണിത്. പ്ലാന്റ്സ് നമുക്ക് ജസ്റ്റ് ഇറക്കി വെച്ചാൽ മതി, ഡാറ്റ നടന്നില്ല. ആ ഒരു ഫീൽ നമുക്ക് ആ പോട്ടിൽ കിട്ടും. ഇതിന്റെ ഇനിയും വരുന്നുണ്ട് നമുക്ക് ലോഡ്, നെക്സ്റ്റ് ലോഡ് വരുന്നുണ്ട് ഈ മന്ത് തന്നെ. കരടി ഭയങ്കര ഇപ്പൊ ഏകദേശം നോക്കുവാണെങ്കിൽ സാർ നോക്കി കഴിഞ്ഞാൽ കാണാം ഏകദേശം ഒരു 6 ഫീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അത്യാവശ്യം തന്നെ വെയിറ്റ് ഉണ്ട് സാർ. ഏകദേശം ഒരു ടണ്ണിൽ താഴെ വരും. ഇവിടെ ഒരു സംഭവം കണ്ടല്ലോ, ഇതും വിയറ്റ്നാമിന്റെ അല്ല, ഇത് നമുക്ക് ഇത് തന്നെ വരുന്നതാണ്. ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണല്ലേ? വുഡ് ഇത് ടീക്ക് തന്നെയാണ്. ടീക്കിന്റെ വേരാണ്. അത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതിലങ്ങ് പോവാല്ലേ? ഇതിലേ പോവാ സാർ. ഇതും പോട്ടിന്റെ വേറൊരു സെക്ഷൻ ആണ്. സെറാമിക്കിന്റെ തന്നെ കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ. ഇതിങ്ങനെയാണ് ഞാൻ പറഞ്ഞ സൈസ് വരിക. നമുക്ക് ഒരു പോട്ടിന്റെ തന്നെ പല സൈസ് കിട്ടും. അതിപ്പോ മിക്ക പോട്ടുകളിലും കിട്ടും. നല്ല രസമുള്ള പോട്ട്, നല്ല കളർഫുൾ. പിന്നെ ആർട്ടിഫിഷ്യൽ സെക്ഷൻ ആണ് ഇങ്ങോട്ട്. സെറാമിക് എന്ന് പറയുമ്പോൾ നിലത്ത് വീണ പൊട്ടോ ഈ സാധനം? സെറാമിക് ക്രാക്കബിൾ ആണ്. നമുക്ക് ക്രാക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ ക്രാക്ക് ചെയ്യാം. സെറാമിക് എല്ലാം ക്രാക്കബിൾ ആണല്ലോ. ശരി. ഇതിന് ആർട്ടിഫിഷ്യൽ ഏരിയയിലേക്ക് കയറുവാണ്. ഇതെന്താ ഇവിടെ? ഫുൾ ആർട്ടിഫിഷ്യൽ ആണ്. അതെ, ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ? ആർട്ടിഫിഷ്യൽ മൊത്തം സെറ്റ്. ഇത് കൊള്ളാട്ടെ. അത് പൂച്ചയാണ്? ക്യാറ്റാണ്. ഒറിജിനലാണോ? ഒറിജിനൽ അല്ല, വെറുതെ വെച്ചേക്കാണല്ലേ? പിന്നെ പല സൈസും ഉണ്ട് നമുക്ക്. സാർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ശരി. അതിന്റെ ആ രോമവും കാര്യങ്ങളെല്ലാം തന്നെ ഒറിജിനാലിറ്റി. ഞാൻ നേരത്തെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയപ്പോ കറക്റ്റ് ഒറിജിനൽ വരെ തോന്നിയത്. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണല്ലേ? എല്ലാം ആർട്ടിഫിഷ്യൽ ആണ് സാർ. ഇതെന്താ ഗൊറില്ലേ? സെയിം ആ ഗൊറില്ലയുടെ തന്നെ വേറെ. ഇതൊക്കെ നല്ല റേറ്റ് വരുന്നോ അല്ലേ? അത്യാവശ്യം അത് കോസ്റ്റ് ഉണ്ട് സാർ. അതെന്ന് വെച്ചാൽ ആ ഒരു ഡ്രിഫ്റ്റ് വുഡ് ആണല്ലോ, അതിൻ്റെതായ വെച്ചാൽ വലിയ കോസ്റ്റ് അല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലയന്റിന് അഫോർഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ കോസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് സെറാമിക് വരുന്നതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ ഇത് പോളിമർ വരുന്നതാണ്. ഇത് ക്രാക്കബിൾ അല്ല. ഇതിപ്പോൾ എങ്ങനെ വീണാലും പൊട്ടോ കാര്യമോ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ ഔട്ട്ഡോർ നമുക്ക് എങ്ങനെ വെച്ചാലും ഇഷ്യൂസ് ഇല്ല. സെറാമിക് വരുമ്പോൾ നമുക്ക് ഇൻഡോർ മാത്രമാണ് വയ്ക്കാൻ പറ്റുള്ളൂ. അത് സെറാമിക് വെയിലധികം കൊണ്ട് കഴിഞ്ഞാൽ ക്രാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻഡോറിലേക്കാണ് ഏറ്റവും നല്ല ഷോ പീസായിട്ട് നമുക്ക് വയ്ക്കാമെന്നാണ് സെറാമിക്. പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് വിയറ്റ്നാം വരുന്നുണ്ട്. വിയറ്റ്നാം വരുമ്പോൾ ഇവിടെയാണ് സാർ. വിയറ്റ്നാം വരുമ്പോൾ നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ എവിടെയും വയ്ക്കാം. ക്രാക്കിൻ്റെ ചാൻസ് ഏറ്റവും കുറവാണ്. ക്ലേ തന്നെയാണ്. ക്ലേ ട്രീറ്റ് ചെയ്ത് വരുന്നതാണ്. ഗ്ലാസ് കോട്ടിങ് ട്രീറ്റ് ചെയ്ത് വരുന്നതാണ്. അതിന്റെ ലോട്ട് ഓഫ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ബാക്കിലേക്കൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി സ്റ്റാൻഡിന്റെയും കാര്യങ്ങളിലേക്ക്. ഇവിടെ കളർഫുൾ ആണ്. വിയറ്റ്നാം നമുക്ക് പല കളേഴ്സിൽ വരുന്നുണ്ട്. കാരണം ഇതൊരു ഇൻഡോർ ഔട്ട്ഡോർ വയ്ക്കാനായിട്ടുള്ളൊരു ഇതായതുകൊണ്ട്. ഇവിടെ മെയിൻ്റനൻസ് സെക്ഷൻ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഈ ചെടി? ഭയങ്കര മരം. ഇത് നമുക്ക് സ്പത്തോഡിയ എന്ന് പറഞ്ഞൊരു മരമാണത്. നമുക്ക് കൂടുതലും ഈ ഫെൻസിങ്ങിലേക്കൊക്കെ വരുന്ന നോർമൽ ഒരു അത്യാവശ്യം ഫ്ലവർ ചെയ്യുന്ന ഒരു ട്രീ ആണ്. അതിൻ്റെ നമുക്ക് റെഡ് കളർ പല കളർ വരുന്ന ടൈപ്സ് ഉണ്ട്. പിന്നെ ഇത് റബ്ബർ പ്ലാന്റ് എന്ന് പറഞ്ഞത് പച്ചറ ഇൻഡോറിലേക്ക് പക്ക ഇൻഡോറിലേക്ക് കൊടുക്കാവുന്ന ഒരു ട്രീ ആണിത്, പച്ചറ എന്ന് പറയുന്നത്. പിന്നെ ഇത് പോണിറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സോട്ടിക് ആയിട്ട് അങ്ങനെ അധികം ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് പോണിറ്റെയിൽ. അത്യാവശ്യം നല്ലൊരു ഏജ് ഉണ്ടാവും ഇതിന്. പോട്ട്സ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഇതും വിയറ്റ്നാമിന്റെ തന്നെ ക്ലേ ടൈപ്പ് തന്നെയാണ്.
ഇതിൻ്റെ അകത്തോട്ട് ചട്ടി ഇറക്കി വെച്ച് കൊടുക്കാം അല്ലേ? നമ്മളിത് കൂടുതൽ ഇറക്കി വെക്കുകയാണ്, കാരണം നല്ല വെയിറ്റ് ഉണ്ട് അത് ഹോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻഡോറിലേക്കൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൂടുതൽ ഇറക്കി വെക്കാറാണ് പതിവ്. ആ സെക്ഷൻ എന്താ അവിടെ? അത് നമ്മുടെ സ്റ്റോർ ഏരിയ ആണ് സാർ. ശരി, ഈ സാധനങ്ങളൊക്കെ ആ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ്. ഇനി ഇവിടെ എന്തുള്ളത് നമുക്ക്? ഇനി നമുക്ക് ബാക്കിലേക്ക് ഈ സെയിം പ്ലാന്റിൻ്റെ തന്നെ കളക്ഷൻസ് കാര്യങ്ങൾ പോട്ടിങ് ഏരിയ അങ്ങോട്ട് ബാക്കിലേക്ക് അങ്ങ് പോവുകയാണ്. ഇവിടെ നമ്മൾ ആ ബോൺസൈഡ് തന്നെ എക്സ്ട്രാ പീസസ് സ്റ്റോർ ചെയ്യുന്ന ഏരിയാസ് ആണ്. ശരി, ഔട്ട്ഡോർ ഇൻഡോർ എല്ലാം തന്നെ. അപ്പോൾ ആ ചട്ടിയുടെ ഒക്കെ സൈസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 4 years ആയിട്ട് ആ ചട്ടി ഉണ്ട്. നമ്മളെല്ലാം തന്നെ ഒരു ഔട്ട്ഡോറിൽ ക്ലയൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലേ? ഇങ്ങനെ പെല്ലറ്റ് പാക്കിംഗ് ആണ് സാറേ വരുന്നത്. പെല്ലറ്റ് പാക്കിംഗ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് കണ്ടെയ്നർ ഷേക്കിങ് വേറെ ഇഷ്യൂസ് തട്ടലും മുട്ടലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ ഉള്ളത് എന്ത് വളവണേന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. അതിപ്പോൾ ആ ഒരു ചെറുതാണെങ്കിലും അതിന് നല്ല ഏജ് ഉണ്ടാവും. ഇവിടെ അങ്ങോട്ടുണ്ടല്ലേ കുറച്ച്? അങ്ങോട്ടേക്ക് നമ്മുടെ പ്ലാന്റിങ് ഏരിയ ആണ് സാർ. ശരി, റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ അല്ലേ? പോട്ടിങ് കാര്യങ്ങൾ പ്ലാന്റിങ് എല്ലാം വരുന്ന ഏരിയ ആണ്, സെഗ്മെന്റ് ആണ് എല്ലാം. അതൊക്കെ വന്നിട്ടുള്ളൂ ആ ചെടി ഏതാ? അതായത് ആ വലുത് ഇതെല്ലാം നമുക്ക് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യും? അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യും. നമ്മൾ ഇനി അതൊരു ചട്ടിയിലേക്ക് നല്ല രീതിയിലേക്ക് മാറ്റും. ഇതൊക്കെയാണ് ഒരു ബാക്ക് സൈഡ് ഏരിയ. ഇനിയിപ്പോൾ നിങ്ങളെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് പറഞ്ഞാൽ? കോൺടാക്ട് നമ്പർ പറയുന്നത് 8907331201. ഗൂഗിളിലുണ്ട്, ക്രിസ് ബോട്ടിൽ നിന്ന് സെർച്ച് ചെയ്ത നമ്പർ കിട്ടും. ലൊക്കേഷൻ മാപ്പ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം, ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ ഞാനും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വരെ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും വെക്കട്ടെ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ താങ്ക് യു സാർ. അപ്പോൾ എന്തായാലും ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.